ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടിസ്ഥാന പാഠാവലി ക്ലാസ് 7 അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് 1 മൂന്നാമത്തെ പാഠഭാഗമാണ്. പാഠത്തിൻ്റെ പേരാണ് വിത്തെന്ന മഹാത്ഭുതം. അപ്പോൾ ഇതിൽ കതിർചൂടും നാടിൻ പെരുമകൾ എന്ന യൂണിറ്റിലെ ഗ്രാമസ്ത്രീകൾ, കൊമ്മാട്ടി എന്നീ പാഠഭാഗങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ 7ാം ക്ലാസ്സിലെ എല്ലാ പാഠപുസ്തകങ്ങളുടെയും സയൻസ്, സോഷ്യൽ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാ പാഠഭാഗങ്ങളുടെയും വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിത്തെന്ന മഹാത്ഭുതം എന്ന പാഠഭാഗമാണ്. ആദ്യം നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ച് നോക്കാം, എന്നിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ വിത്തെന്ന മഹാത്ഭുതം പാഠഭാഗത്തിൻ്റെ ആദ്യം തന്നെ നമുക്ക് കാണാം. അത്രമേൽ ക്ഷമയോടെ അതിലേറെ പ്രതീക്ഷയോടെ ഒരു വിത്ത് സൂര്യനിലേക്ക് നോക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്? പ്രതീക്ഷകളാണ്. വിത്ത് പ്രതീക്ഷയോടെയാണ് സൂര്യനിലേക്ക് നോക്കുന്നത്. പ്രതീക്ഷകളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഓരോ കൊയ്ത്തും ഉത്സവമാണ്. അടുത്ത വിത്തിറക്കത്തിലേക്കുള്ള ഇടവേളയാണ്. ഓരോ വിത്തും അത്രമേൽ ക്ഷമയോടെ കാത്തിരിക്കുന്നത് പുതിയ പ്രഭാതമാണ്. നാളത്തെ പ്രഭാതത്തിനായി കാത്തിരിക്കുന്ന വിത്തുകളുടെ പ്രതീക്ഷയെ കെടുത്താതെ നശിച്ചുകൊണ്ടിരിക്കുന്ന വിത്ത് പാരമ്പര്യത്തെ സംരക്ഷിക്കുന്ന വിത്തിൻ്റെ കാവലാളായ പത്മശ്രീ ചെറുവയൽ രാമൻ്റെ ആത്മകഥയിൽ നിന്ന് ഒരു ഭാഗമാണ് പാഠഭാഗം. അത്രമേൽ ക്ഷമയോടെ അതിലേറെ പ്രതീക്ഷയോടെ ഒരു വിത്ത് സൂര്യനിലേക്ക് നോക്കുന്നു. അപ്പോൾ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ടത് നമ്മളതാണ്. ഇത് ആരാണ് എഴുതിയത്? ചെറുവയൽ രാമ എന്നവരുടെ പത്മശ്രീ ചെറുവയൽ രാമൻ്റെ ആത്മകഥയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ്. അപ്പോൾ വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. 80% മൂപ്പാവുമ്പോഴാണ് വിളവെടുക്കേണ്ടത്. 80% മൂപ്പേ പാടുള്ളൂ എന്ന് തന്നെ പറയാം. 100% പാടില്ല. കാരണം 100% മൂത്ത് പോയാൽ വിത്തിൻ്റെ ഗുണം കുറയും. അപ്പം നമ്മൾ വിത്ത് ശേഖരിക്കുമ്പോൾ 80% മൂപ്പേ പാടുള്ളൂ എന്നാണ് പറയുന്നത്. 100% മൂത്ത് പോയാൽ എന്താ സംഭവിക്കുക? വിത്തിൻ്റെ ഗുണം കുറയും. വിത്തിന് മാത്രമല്ല, 80% മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് ഭക്ഷണത്തിനും നല്ലത്. അപ്പോൾ നെല്ലായാലും വിത്തായാലും നമ്മൾ 80% മൂപ്പെടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അതെടുക്കണം. ഓക്കെ, അധികം വിളഞ്ഞാൽ വിത്ത് കൊള്ളില്ല എന്നൊരു പഴമൊഴി തന്നെയുണ്ട്. ഏത് കൃഷിയായാലും അത് അങ്ങനെയാണ്. നാളികേരമോ അടയ്ക്കയോ ഏതുമായി കൊള്ളട്ടെ, 80% മൂപ്പിൽ വിളവെടുക്കുന്നതാണ് വിത്തിന് ഉത്തമം. ആ സമയമാകുമ്പോൾ വയലിൽ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെന്മണികൾ ഏത് ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നതെന്ന് നോക്കും. അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക. അത് കൊയ്തു കൊണ്ടുവന്ന് കൊഴിച്ചെടുക്കുന്നു. 14 ദിവസം വെയിലത്തും മഞ്ഞത്തുമിട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുകയാണ്. അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത്. ഇത് എല്ലാ ഇനങ്ങൾക്കും ബാധകമാണ്. വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതിക്കും പ്രാധാന്യമുണ്ട്. പയറിൻ്റെ വിത്താണ് എടുക്കുന്നതെങ്കിൽ പയർവള്ളിയുടെ അങ്ങേ അറ്റവും ഇങ്ങേ അറ്റവും ഉപേക്ഷിക്കുക. അതിൻ്റെ നടുക്കുള്ള മണികൾ മാത്രം തിരഞ്ഞെടുക്കുക. മധ്യത്തിൽ നിന്ന് തന്നെ എടുക്കണം. ആദ്യം കായ്ക്കുന്നത് വിത്തിനായി എടുക്കരുത്. അപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരും അല്ലേ? നമ്മൾ എവിടുന്നാണ് വിത്ത് എടുക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ മധ്യഭാഗത്ത് നിന്നാണ് വിത്ത് എടുക്കണത് എന്ന് നമ്മൾ അതിൽ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ എന്താണ്, നമ്മൾ വിത്ത് എടുക്കുമ്പോൾ നടുക്കുള്ള മണികളാണ് എടുക്കേണ്ടത്. മധ്യത്തിൽ നിന്ന് തന്നെ എടുക്കണം. ആദ്യം കായ്ക്കുന്നത് വിത്തിനായി എടുക്കരുത്. 3 മാസമാണ് ഒരു പയർവള്ളി വിളവ് തരുന്നതെങ്കിൽ 1.5 മാസം കഴിഞ്ഞ് പാകമാകുന്ന പയർമണികൾ മാത്രമേ വിത്തിനെടുക്കാവൂ. അതായത് ആദ്യം കായ്ക്കുന്നതും എടുക്കരുത്, അവസാനം കായ്ക്കുന്നതും എടുക്കരുത്. നടുവിൽ നിന്ന് തന്നെ എടുക്കണം. ഇതേ രീതിയിലാണ് എല്ലാ വിത്തുകളും ശേഖരിക്കേണ്ടത്. നെൽക്കതിരിൻ്റെ 2 അറ്റവും ഉപേക്ഷിച്ച ശേഷം നടുക്കു നിന്നുള്ള മണികൾ എടുക്കണം. ആ ഇനത്തിൻ്റെ തനിമ നിലനിർത്താൻ ഈ രീതിയാണ് ഉത്തമം എന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ പേജിൽ എന്താ പറഞ്ഞത്? 80% മൂപ്പത്തിയാലാണ് നമ്മൾ വിത്തിനെടുക്കേണ്ടത്. ഇതിൽ നമ്മൾ എന്താ പഠിച്ചത്? മധ്യഭാഗത്ത് നിന്ന് തന്നെ എടുക്കണം. ശേഖരിച്ച വിത്ത് ഉണക്കുന്നതിനും ചില ചിട്ടകളുണ്ട്. നെല്ലാണെങ്കിൽ വെയിലും മഞ്ഞും കൊള്ളിക്കുന്നു. ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു. വിത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ഊർജം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കീടനാശിനിയിൽ മുക്കിയാണ് വിത്തുകൾ വയ്ക്കുക, ഹൈബ്രിഡ് വിത്തുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. എന്നാൽ പരമ്പരാഗത വിത്തുകൾ ഞാൻ പറഞ്ഞ രീതിയിൽ 14 ദിവസം മഞ്ഞിലും വെയിലിലും ഇട്ട് ഉണക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വിത്തിനെ പ്രകൃതിയുമായി ലയിപ്പിക്കുകയാണ്
ചെയ്യുന്നത്. സ്വാഭാവിക പ്രതിരോധശേഷി വിത്തിനുണ്ടാകുന്നു. ഹൈബ്രിഡുകളുടെ കാര്യത്തിൽ ഈ പ്രതിരോധശേഷിക്ക് വേണ്ടിയാണ് ഇവ കീടനാശിനിയിൽ മുക്കുന്നത്. ഇങ്ങനെ ഉണക്കിയെടുത്ത വിത്തുകൾ മുള, ഈറ്റ ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കൊമ്മ, കുട്ട എന്നിവയിലൊക്കെയായിരുന്നു പണ്ട് സൂക്ഷിച്ചിരുന്നത്. ഇതുകൂടാതെ കച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വിത്തുമുട എന്നൊരു സാധനമുണ്ട്. അതിൻ്റെ ആകൃതി ഒരു പന്ത് അല്ലെങ്കിൽ ഭൂഗോളം പോലെയാണ്. ഇത് മൂക്കാത്ത ഈറ്റ കീറിയെടുത്ത് നാരുണ്ടാക്കി കെട്ടും, അല്ലെങ്കിൽ ചൂരലിൻ്റെ വള്ളി ഉപയോഗിക്കും. വയനാട്ടിൽ വിത്ത് രണ്ട് സമയത്താണ്. പൊടിഞ്ഞാറെന്നും ചെളിഞ്ഞാറെന്നും പറയും. വിത്ത് പാകാൻ സമയമാകുമ്പോഴാണ് പിന്നീട് വിത്ത് പുറത്തെടുക്കുന്നത്. മേടമാസത്തിൽ ആദ്യ മഴ പെയ്തു കഴിയുമ്പോഴാണ് വിത്ത് പാകി തുടങ്ങുന്നത്. ആദ്യം മൂപ്പ് കൂടിയ വിത്തുകളാണ് എടുക്കുക, അതായത് 8 മാസം 10 മാസം മൂപ്പുള്ള വിത്തുകൾ. ഈ വിത്തുകൾ ഇടവപ്പാതിയിലാവുമ്പോഴേക്കും പറിച്ചു നടാൻ പാകമാകും. പിന്നീട് മൂപ്പനുസരിച്ച് ഓരോരോ വിത്തുകളും അതിൻ്റെ കണക്ക് നോക്കി പാകുകയും പറിച്ചു നടുകയും ചെയ്യും. പണ്ട് മൂപ്പിൻ്റെ ദിവസങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി വിത്ത് പാകുന്നതിലും പറിച്ചു നടുന്നതിലും കാരണന്മാർ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അതുമൂലം വിളവ് കുറയുകയും ചെയ്തിട്ടുണ്ട്. 6 മാസം അല്ലെങ്കിൽ 180 ദിവസം മൂപ്പുള്ള വിത്താണെങ്കിൽ 42 ദിവസത്തിനുള്ളിൽ ഞാറ് പറിച്ചു നടണം. അതായത് 6ന് 7 കൊണ്ട് ഗുണിക്കുന്നു. 7 6 42. ഇനി 4 മാസം പ്രായമുള്ള വിത്താണെങ്കിൽ 7 4 28. അതായത് 28 ദിവസത്തിനുള്ളിൽ പറിച്ചു നടണം. ഇതാണ് കണക്ക്. ഇത്തരത്തിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം മൂലം കണക്കുകൾ കൃത്യമായിരുന്നില്ല. പിന്നീട് കർഷകൻ വിദ്യാഭ്യാസം നേടുകയും കണക്ക് കൂട്ടാൻ പഠിക്കുകയും ചെയ്തതോടെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം രൂപപ്പെട്ടു വന്നതാണ് ഇതൊക്കെ. ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്നതല്ല. വിദ്യാഭ്യാസം വന്നതിന് ശേഷം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് കർഷകൻ കണക്കാക്കാൻ തുടങ്ങി. വിളയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഉണ്ടാകുന്നത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ആ അന്വേഷണങ്ങളും നിരീക്ഷണവുമാണ് ഇത്തരത്തിലുള്ള ക്രമം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചത്. വിത്തിടുന്ന തീയതി രേഖപ്പെടുത്തി വെച്ച് തുടങ്ങി. വിളവെടുക്കുന്ന തീയതി രേഖപ്പെടുത്തി. അപ്പോൾ എത്ര ദിവസം എടുത്തു എന്ന് കൃത്യമായി മനസ്സിലാക്കി. അങ്ങനെയാണ് കൃത്യമായ ഒരു ക്രമം വളർന്നു വന്നത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സംഭാവനയല്ല, മറിച്ച് കർഷകർ തങ്ങളിലുള്ള ആശയവിനിമയങ്ങളിലൂടെയാണ് ഇത്തരം അറിവുകൾ രൂപപ്പെട്ട് വരുന്നത്. കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം നഷ്ടപ്പെടുന്നതാണ് ഇന്ന് കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ പ്രധാനം. ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. വിളവെടുക്കുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ വിത്തിനങ്ങളും മൂപ്പ് ഏകദേശം തുല്യമായി നിൽക്കും. ആ കണക്ക് നോക്കിയാണ് വിത്ത് പാകുന്നതും ഞാറ് പറിച്ചു നടുന്നതുമെല്ലാം. കൊയ്ത്തിൻ്റെ സമയമാവുമ്പോഴേക്കും എല്ലാ ഇനങ്ങൾക്കും തുല്യ മൂപ്പാകും. ആ ഒരു ചാക്രികതയിലേക്ക് കൃഷിയെ കൊണ്ടുവന്നു. ആത്മകഥ ചെറുവയൽ രാമൻ. അപ്പം നിങ്ങൾ വായിച്ചല്ലോ. വിത്തെടുക്കുന്നതിനും വിത്ത് നടുന്നതിനെയും അത് വിളവെടുക്കുന്നതിനെയും കുറിച്ച് വിശദമായ തൻ്റെ അനുഭവമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പാഠഭാഗം വായിച്ചല്ലോ. ഇനി നമുക്ക് പാഠഭാഗ പ്രവർത്തനങ്ങൾ ചെയ്യാം. വായിക്കാൻ അറിയാം. പാഠഭാഗം വ്യക്തിഗതമായി വായിച്ച് പ്രധാന ആശയങ്ങൾ അവതരിപ്പിക്കൂ, എഴുതൂ. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളും പരിഗണിക്കാം. വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? 80% മൂപ്പാവുമ്പോഴാണ് വിളവെടുക്കേണ്ടത്. 100% പാടില്ല. കാരണം 100% മൂത്തുപോയാൽ വിത്തിൻ്റെ ഗുണം കുറയും. വിത്തിനു മാത്രമല്ല, 80% മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് ഭക്ഷണത്തിനും നല്ലത്. ആ സമയമാകുമ്പോൾ വയലിൽ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെന്മണികൾ ഏത് ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നതെന്ന് നോക്കും. അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക. അത് കൊയ്തു കൊണ്ടുവന്ന് കൊഴിച്ചെടുക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കാം. വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതികൾ എന്തെല്ലാം? മധ്യത്തിൽ നിന്നുള്ള വിത്താണ് എടുക്കേണ്ടത്. പയറിൻ്റെ വിത്താണ് എടുക്കുന്നതെങ്കിൽ പയർവള്ളിയുടെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഉപേക്ഷിക്കുക. അതിൻ്റെ നടുക്കുള്ള മണികൾ മാത്രം തിരഞ്ഞെടുക്കുക. മധ്യത്തിൽ നിന്ന് തന്നെ എടുക്കണം. ആദ്യം കായ്ക്കുന്നത് വിത്തിനായി എടുക്കരുത്. 3 മാസമാണ് ഒരു പയർവള്ളി വിളവ് തരുന്നതെങ്കിൽ 1.5 മാസം കഴിഞ്ഞ് പാകമാകുന്ന പയർമണികൾ മാത്രമേ വിത്തിനെടുക്കാവൂ. അതായത് ആദ്യം കായ്ക്കുന്നതും എടുക്കരുത്, അവസാനം കായ്ക്കുന്നതും എടുക്കരുത്. നടുവിൽ നിന്ന് തന്നെ എടുക്കണം. ഇതേ രീതിയിലാണ് എല്ലാ വിത്തുകളും ശേഖരിക്കേണ്ടത്. നെൽക്കതിരിൻ്റെ 2 അറ്റവും ഉപേക്ഷിച്ച ശേഷം നടുക്ക് നിന്നുള്ള മണികൾ എടുക്കുക. ആ ഇനത്തിൻ്റെ തനിമ നിലനിർത്താൻ ഈ രീതിയാണ് ഉത്തമം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ശേഖരിച്ച വിത്തുകൾ ഉണക്കുന്ന ചിട്ടകൾ എന്തെല്ലാം?
നെല്ലാണെങ്കിൽ വെയിലും മഞ്ഞും കൊള്ളിക്കുന്നു. ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു. വിത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ഊർജം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇന്ന് കീടനാശിനിയിൽ മുക്കിയിട്ടാണ് വിത്തുകൾ വയ്ക്കുക, ഹൈബ്രിഡ് വിത്തുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. എന്നാൽ പരമ്പരാഗത വിത്തുകൾ 14 ദിവസം മഞ്ഞളിലും വെയിലുമിട്ട് ഉണക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വിത്തിനെ പ്രകൃതിയുമായി ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവിക പ്രതിരോധശേഷി വിത്തിനുണ്ടാകുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഞാറ് നടുന്നതിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എങ്ങനെയെല്ലാം? മൂപ്പനുസരിച്ച് ഓരോരോ വിത്തുകളും അതിൻ്റെ കണക്ക് നോക്കി പാകുകയും പറിച്ചു നടുകയും ചെയ്യും. 6 മാസം അല്ലെങ്കിൽ 180 ദിവസം മൂപ്പുള്ള വിത്താണെങ്കിൽ 42 ദിവസത്തിനുള്ളിൽ ഞാറ് പറിച്ചു നടണം. അതായത് 6നെ 7 കൊണ്ട് ഗുണിക്കുന്നു. ഇനി 4 മാസം പ്രായമുള്ള വിത്താണെങ്കിൽ 7 4 28, അതായത് 28 ദിവസത്തിനുള്ളിൽ പറിച്ചു നടണം. ഇത്തരത്തിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ചോദ്യം നോക്കാം. കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളിലൂടെ കൈമാറുന്ന അറിവുകൾ എന്തെല്ലാമാണ് കൈമാറുന്ന അറിവുകൾ? വിളവെടുക്കുന്ന സമയമാകുമ്പോഴേക്ക് എല്ലാ വിത്തിനങ്ങളുടെയും മൂപ്പ് ഏകദേശം തുല്യമായി നിൽക്കും. ആ കണക്ക് നോക്കിയാണ് വിത്ത് പാകുന്നതും ഞാറ് പറിച്ചു നടുന്നതുമെല്ലാം. കൊയ്ത്തിൻ്റെ സമയമാവുമ്പോഴേക്കും എല്ലാ ഇനങ്ങൾക്കും തുല്യ മൂപ്പാകും. ആ ഒരു ചാക്രികതയിലേക്ക് കൃഷിയെ കൊണ്ടുവന്നു. വിത്തിടുന്ന തീയതി രേഖപ്പെടുത്തി വെച്ച് തുടങ്ങി വിളവെടുക്കുന്ന തീയതി രേഖപ്പെടുത്തി അപ്പോൾ എത്ര ദിവസം എടുത്തു എന്ന് കൃത്യമായി മനസ്സിലാക്കി. അങ്ങനെയാണ് കൃത്യമായ ഒരു ക്രമം വളർന്നു വരുന്നത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സംഭാവനയല്ല, മറിച്ച് കർഷകർ തങ്ങളിലുള്ള ആശയവിനിമയങ്ങളിലൂടെയാണ് ഇത്തരം അറിവുകൾ രൂപപ്പെട്ടു വരുന്നത്. കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം നഷ്ടപ്പെടുന്നതാണ് ഇന്ന് കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളിയിൽ പ്രധാനം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. എന്താണ്? കർഷകരുടെ നീണ്ടകാലത്തെ പരിശ്രമങ്ങളും അനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാടിൻ്റെ വിശപ്പകറ്റാൻ സഹായിക്കുന്നത്. പാഠഭാഗത്ത് നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ പാഠഭാഗം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി വിത്ത് ശേഖരണം, അത് സൂക്ഷിച്ചു വെക്കൽ, ഞാറ് നടൽ, ഇതിനൊക്കെ ഒരു പ്രത്യേക അളവും ക്രമങ്ങളും ഉണ്ട്. അത് പരമ്പരാഗതമായി അവർക്ക് കിട്ടിയ അറിവുകളാണ്, അത് അവർ കൈമാറി വരുന്നു. അങ്ങനെയാണ് ഈ ഒരു കൃഷി നീണ്ടകാലത്തെ പരിശ്രമമാണ്, അതേപോലെ അവരുടെ അനുഭവങ്ങളാണ്, കൂടെ അതിൻ്റെ ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാടിൻ്റെ വിശപ്പകറ്റാൻ സഹായിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മാതൃക നോക്കാം. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷി. വിത്തിൻ്റെ ശരിയായ തിരഞ്ഞെടുപ്പ്, വിത്ത് ശേഖരണം, വിത്ത് സംരക്ഷണം എന്നിവയിലൂടെ കർഷകർ ഉയർന്ന വിളവ് നമുക്ക് ലഭ്യമാക്കുന്നു. ഇതെല്ലാം സാധ്യമാകുന്നത് കർഷകരുടെ അനുഭവങ്ങളിലൂടെയാണ്. കാലാവസ്ഥക്കനുസരിച്ച് വിളകൾ മാറ്റിയും നൂതന സാങ്കേതികത പ്രയോജനപ്പെടുത്തിയും കൃഷിയെ അവർ മുന്നോട്ട് നയിക്കുന്നു. വിദ്യാഭ്യാസവും പുതിയ ശാസ്ത്രീയ അറിവുകളും ഒത്തുചേർന്നപ്പോൾ ഉൽപ്പാദനക്ഷമത കൂടി. പാരമ്പര്യമായ അറിവുകൾ, കൃഷിരീതികൾ നമ്മുടെ കാർഷിക പാരമ്പര്യത്തിന് മാറ്റുകൂട്ടുന്നു. നമ്മുടെ വിശപ്പടക്കുന്ന ദൈവങ്ങളാണ് കർഷകർ എന്ന് നമുക്ക് പറയാം. മണ്ണിൽ അധ്വാനിച്ച് പ്രകൃതിയെ സംരക്ഷിച്ച് പ്രകൃതി കനിഞ്ഞു നൽകുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ നാടിൻ്റെ വിശപ്പടക്കുന്നവരാണ് കർഷകർ. കൂടുതൽ ആശയങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഈ വിശകലന കുറിപ്പ് കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കാം. ഇതൊരു മാതൃക മാത്രമാണ്. ഇനി നമുക്ക് ചോദ്യാവലി തയ്യാറാക്കാം, അഭിമുഖം നടത്താം. നാട്ടിലെ കൃഷിരീതികളെക്കുറിച്ച് അറിയാൻ കൃഷിക്കാരുമായി അഭിമുഖം നടത്താനുള്ള ചോദ്യാവലി തയ്യാറാക്കി അഭിമുഖം നടത്തുക. അഭിമുഖത്തിൻ്റെ റിപ്പോർട്ടും വീഡിയോയും തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് ചോദ്യാവലി തയ്യാറാക്കി നോക്കാം. താങ്കൾ എങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്? ഈ കരിയർ തുടങ്ങാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? ഒരു കർഷകൻ എന്ന നിലയിൽ താങ്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സമീപ വർഷങ്ങളിൽ താങ്കൾ കൃഷി ചെയ്യുന്ന രീതിയെ സാങ്കേതിക വിദ്യ എങ്ങനെ മാറ്റിമറിച്ചു? താങ്കൾ എന്ത് സുസ്ഥിര കൃഷിരീതിയാണ് ഉപയോഗിക്കുന്നത്? കാലാവസ്ഥയിലും വിപണി വിലയിലും ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? താങ്കൾ ഏതു വിളകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? താങ്കൾ അനുഭവിച്ച പ്രത്യേകിച്ച് പ്രതിഫലദായകമോ വെല്ലുവിളി നിറഞ്ഞതോ ആയ ഒരു സീസണിനെ കുറിച്ച് എന്നോട് പറയാമോ? ഉപഭോക്താക്കൾക്ക് താങ്കളുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും സുരക്ഷിതത്വവും എങ്ങനെ ഉറപ്പാക്കും? പ്രാദേശിക സമൂഹത്തിലോ സമ്പദ് വ്യവസ്ഥയിലോ എന്ത് പങ്കാണ് വഹിക്കുന്നത്? കൃഷിയിൽ ഒരു കരിയർ ആരംഭിക്കാൻ താൽപ്പര്യമുള്ള ഒരാൾക്ക് താങ്കൾ എന്ത് ഉപദേശം നൽകും?
നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പദച്ചേരുവകൾ കണ്ടെത്താം. എണ്ണി തിട്ടപ്പെടുത്തി, കൃത്യമായിരുന്നില്ല, സമയമാകുമ്പോൾ. ചേർത്തെഴുതുമ്പോൾ ഈ പദങ്ങൾക്കുണ്ടാകുന്ന ഭാഷാപരമായ മാറ്റങ്ങൾ എന്തെല്ലാം കണ്ടെത്തുക. ചേർത്തെഴുതിയ മറ്റു ഭാഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവയുടെ മാറ്റങ്ങൾ വ്യക്തമാക്കുക. അപ്പോൾ പദങ്ങൾ കൂട്ടിച്ചേരുമ്പോൾ ഉച്ചാരണം എളുപ്പമാകുന്നു, വാക്കുകൾക്ക് കൂടുതൽ ഭംഗി ഉണ്ടാകുന്നു. ഇനി നമുക്ക് വേറെ പദങ്ങൾ നോക്കാം. തുല്യമായി, തുല്യം ആയി. വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യത്യാസങ്ങൾ. ഇവിടെ നോക്കുക, വിളവെടുക്കുന്ന. അപ്പോൾ ഇവിടെ നമുക്ക് വിളവ് എടുക്കുന്ന, എങ്ങനെ രണ്ട് രീതി. വിളവ് എടുക്കുന്ന, അതാണ് വിളവെടുക്കുന്ന എന്ന ഒറ്റ വാക്കായിട്ട് പറയുന്നത്. അതേപോലെ സമയമാകുമ്പോഴേക്കും. അപ്പോൾ ഇവിടെ എന്തൊക്കെ വാക്യങ്ങൾ യോജിച്ചിട്ടുണ്ട്? സമയം ആകുമ്പോൾ, അപ്പോഴേക്കും. ഓക്കെ. അടുത്തത് പറിച്ചു നടുന്നതുമെല്ലാം. അപ്പോൾ ഇവിടെ എന്ത്? പറിച്ച് നടുന്നത് എല്ലാം. നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രസംഗം നടത്താം. കൃഷിയാണ് മനുഷ്യന് ആഹാരം നൽകുന്നത്, അതോടൊപ്പം അത് ഒരു സംസ്കാരവുമാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ നെൽകൃഷി കുറയുന്നു. കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗം നടത്തുക. അപ്പോൾ പ്രസംഗം നടത്തുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഒരു അഭിസംബോധന വേണം. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപിക, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ വിശിഷ്ട എന്നൊന്ന് ഇവിടെ എഴുതി ചേർക്കുക. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ. ഓക്കെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം കൃഷിയെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. കൃഷി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കൃഷിയില്ലെങ്കിൽ നമുക്ക് വിശപ്പടങ്ങില്ല. നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് തന്നെ കർഷകരാണ്. ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ കയ്യിലില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ. വാങ്ങാൻ പണമുണ്ട്, പക്ഷേ ഭക്ഷണമില്ല. എത്ര കഠിനമായ അവസ്ഥയാണ്. അതേ കൂട്ടുകാരെ, പ്രകൃതി സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ കേരളത്തിൽ ഇന്ന് കൃഷി അന്യം നിന്നു പോവുകയാണ്. കർഷകർ നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ് എന്നതിൽ സംശയമില്ല. മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അവർ പ്രവർത്തിക്കുന്നു. ആവശ്യമായ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും വിപണിയിൽ ലഭ്യമാണെങ്കിൽ മാത്രമേ നമുക്കത് വാങ്ങാൻ കഴിയൂ. അല്ലാത്ത പക്ഷം ജനങ്ങൾ ഭയാനകമായ ക്ഷാമം നേരിടുകയും പട്ടിണി മൂലം ഭരിക്കുകയും ചെയ്യും. ഒരു രാജ്യം വികസിക്കുന്നതിനും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നതിനുമുള്ള പ്രധാന കാരണം കർഷകരാണ്. നാട്ടിൽ കർഷകർ ഇല്ലെങ്കിൽ ആളുകൾ പട്ടിണിയിലാണ്. ഭക്ഷണം മാത്രമല്ല, കായികാധ്വാനത്തിലൂടെ ആരോഗ്യവും ആനന്ദവും കൃഷിയിൽ നിന്ന് അവർ അനുഭവിക്കുന്നു. വിളവെടുപ്പ് നാടിൻ്റെ ഉത്സവം തന്നെയായിരുന്നു. എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ചതോടെ കൃഷിയിലും വലിയ മാറ്റങ്ങൾ വന്നു. കാളയും കലപ്പയും ഉപയോഗിച്ച് നിലമുഴുതിരുന്ന സ്ഥാനത്ത് ഇന്ന് ട്രാക്ടറാണ് ഉപയോഗിക്കുന്നത്. ജലസേചനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ചക്രങ്ങളുടെ സ്ഥാനത്ത് പമ്പ് സെറ്റുകൾ ഉപയോഗിക്കുന്നു. ഞാറ് നടിയിലും കൊയ്ത്തുമെല്ലാം ഇന്ന് യന്ത്രത്തിൻ്റെ സഹായത്താൽ തന്നെ. ഒരു പരിധിവരെ ഈ യന്ത്ര സംവിധാനങ്ങൾ നമുക്ക് പ്രയോജനപ്രദമാണ്. പക്ഷേ മനുഷ്യൻ്റെ കായികാധ്വാനത്തെ ഇത് കുറയ്ക്കുകയും എന്ന കലയുടെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. കൃഷിയെ സ്നേഹിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് കൃഷി കൂടിയേ തീരൂ എന്ന് ബോധ്യമുള്ളവരായി മാറാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത്. ഈ മനോഭാവമുള്ള ആളുകളുടെ എണ്ണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട് എന്നുള്ളത് ആശ്വാസം തന്നെ. ആ പഴയ കൃഷി പാരമ്പര്യത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് തികച്ചും അനിവാര്യമാണ്. വരൂ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നാളെയിലെ ഒരു വലിയ മാറ്റത്തിന് നമുക്ക് കാരണമാകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. ഇതൊരു മാതൃക മാത്രമാണ്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് ഇത് മെച്ചപ്പെട്ടതാക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. കുറിപ്പ് എഴുതാം, പതിപ്പാക്കാം. നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ സ്കൂളിലെ കൃഷി അനുഭവത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. കുറിപ്പുകളെല്ലാം ചേർത്ത് വെച്ച് ക്ലാസ് പതിപ്പ് തയ്യാറാക്കുക. അങ്ങനെ ഡിജിറ്റൽ പതിപ്പാക്കി സ്കൂൾ ക്ലാസ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക. അപ്പോൾ നിങ്ങൾ കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ക്ലാസ്സിൽ വെച്ച് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലും ഇപ്പോൾ കൂട്ടത്തോടെ കൃഷി സംഘങ്ങളായിട്ട് കൃഷിയൊക്കെ തുടങ്ങുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ വിഭവങ്ങൾ ഇന്ന് സ്വന്തം സ്കൂൾ മുറ്റത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരുപാട് സ്കൂളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഉണ്ടാകുന്ന ഇങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് എഴുതാം. നമുക്കൊരു കുറിപ്പ് നോക്കാം. ഞങ്ങൾക്ക് ആകെ 3 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അതിലൊരിത്തിരി മുറ്റമേ ഉള്ളൂ.
ബാക്കി മുഴുവൻ വീടാണ്. പക്ഷേ എനിക്ക് കൃഷി ചെയ്യാൻ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ മട്ടുപ്പാവ് കൃഷിയെക്കുറിച്ച് ഒരു ക്ലാസ് കേൾക്കാൻ ഇടയായി. അന്ന് മുതലേ ടെറസിൽ കൃഷി ആരംഭിച്ചാലോ എന്നൊരു തോന്നൽ. അമ്മയോടുകൂടി ആലോചിച്ചു. അമ്മയുടെ പൂർണ്ണ സഹകരണം. എങ്കിൽ പിന്നെ തുടങ്ങിക്കളയാം എന്ന് വിചാരിച്ചു. ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പറമ്പിൽ വിത്ത് നടുന്നതുപോലെ കുറേ മണ്ണിൽ നമുക്ക് നടാൻ പറ്റില്ല. മാത്രവുമല്ല മണ്ണിൻ്റെ ഭാരം ടെറസിന് താങ്ങാൻ കഴിയുകയും വേണം. അതിനാൽ ചകിരിച്ചോറും ഉണങ്ങിയ ഇലകളും കൊണ്ട് കൃഷി ആരംഭിച്ചു. പഴയ സിമൻറ്റ് ചാക്ക് അവിടുന്ന് ഇവിടുന്നുമായി സംഘടിപ്പിച്ചു. അതിൽ നിറയെ ചകിരിച്ചോറും ഉണങ്ങിയ ഇലകളും സമാസമം നിറച്ചു. ആദ്യത്തെ പരീക്ഷണം മുളകിലാണ്. അങ്ങനെ മുളക് നട്ട് വിത്ത് പാകി ചെറിയ തൈകൾ വളർന്നു. മാറ്റി കുഴിച്ചിട്ടു. പിന്നെ തൈകൾ വളർന്നു പച്ചമുളകുണ്ടായി. മുളക് ചെടിയുടെ ഓരോ വളർച്ചയും വളരെ സൂക്ഷ്മതയോടുകൂടിയും വളരെ സന്തോഷത്തോടും കൂടിയാണ് ഞാൻ കണ്ടത്. പിന്നെ എൻ്റെ കൃഷി പടർന്നു പന്തലിച്ചു. പിന്നീട് തക്കാളി, ചീര, പയർ, വഴുതന, വെണ്ട തുടങ്ങി ഒരുപാട് വേണ്ട എന്നാണ് എഡിറ്റിംഗ് മിസ്റ്റേക്കാണ്. വെണ്ട തുടങ്ങി ഒരുപാട് കൃഷി ചെയ്തു. 90% വിജയിച്ചു. അതിലെന്നെ പറ്റിച്ചത് പയർ കൃഷിയാണ്. പയർ കൃഷിയിൽ കീടങ്ങൾ വന്ന് അത് മുഴുവൻ നശിപ്പിച്ചു. പയറില മുരടിച്ചു പോയി. അതുകൊണ്ട് പയർ കൃഷി ഞാൻ നിർത്തി. മട്ടുപ്പാവിലെ കൃഷി കൊണ്ട് ഉണ്ടാക്കിയ ചീരത്തോരൻ ഒക്കെ ഒന്ന് പറയേണ്ടത് തന്നെയാണ്. വളരെയധികം രുചികരമാണ്. സ്കൂൾ വിട്ട ഉടൻ തന്നെ ഞാൻ എൻ്റെ ടെറസിലെത്തും. പിന്നെ മുളകിനോടും തക്കാളിയോടും വെണ്ടയോടും കുശലം പറയും. അവരെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ എന്ന് നോക്കും. കണ്ടാൽ ഉടനെ പുഴുക്കളെല്ലാം നശിപ്പിക്കും. രാത്രിയും ഞാൻ അവരെ സന്ദർശിക്കും. ഇലകൾ കോമ്പി അവർ ഉറങ്ങുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ്. എൻ്റെ കൃഷിത്തോട്ടത്തെക്കുറിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരോടും ടീച്ചറോടും പറഞ്ഞു. ടീച്ചർ വീഡിയോ എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ ടീച്ചർ എനിക്ക് ഒരുപാട് വിത്തുകൾ സമ്മാനമായി തന്നു. ഇപ്പോൾ കൃഷി എനിക്കൊരു ഹരമാണ്. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും കൂട്ടുകാരെ ഇങ്ങനത്തെ ഒരുപാട് കൃഷി അനുഭവങ്ങൾ. അപ്പോൾ നിങ്ങളത് കുറിപ്പ് എഴുതുക, നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് ക്ലാസ്സിലെ എല്ലാ കുറിപ്പുകളും ചേർത്ത് ഒരു പതിപ്പാക്കുക. ഇനി അടുത്തത് വിത്തുമേള. നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായ വിത്തുകളും അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളും ഉണ്ടല്ലോ. ഇവ ശേഖരിച്ച് നാട്ടിലുള്ള കർഷകരുടെ സഹായത്തോടെ വിത്തുമേള സംഘടിപ്പിക്കുക. അപ്പോൾ ഒരു വിത്തുമേള സംഘടിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നെൽവിത്തുകളുടെ കാവലാളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ അറിഞ്ഞത്. നമ്മുടെ ഈ പാഠഭാഗം വിത്തുകളുടെ കാവലാളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചതല്ലേ. വിത്തുകളുടെ വൈവിധ്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമുക്കൊരു വിത്തുമേള സംഘടിപ്പിക്കണം. വിത്തിലെ വൈവിധ്യത്തെ നമുക്ക് അടുത്തറിയണം. അതിനെന്തെല്ലാമാണ് നമ്മൾ മുന്നൊരുക്കം ചെയ്യേണ്ടത്? ആദ്യം നമ്മളൊരു മീറ്റിംഗ് കൂട്ടണം അല്ലേ. ഒരു ജനറൽ ബോഡി യോഗം നമ്മൾ കൂട്ടണം. വിത്തുമേളയ്ക്ക് സ്ഥലവും സമയവും നിശ്ചയിക്കണം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? വിത്ത് എവിടെ നിന്ന് വിത്ത് സംഘടിപ്പിക്കും? കൃഷിഭവനെ സന്ദർശിച്ച് നമുക്ക് വിത്തുകൾ ശേഖരിക്കാം. കൂടാതെ സ്കൂൾ പരിസരത്തിലുള്ള കർഷകരെ പരിചയപ്പെട്ട് അവരുടെ കയ്യിലുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ നമുക്ക് സ്വന്തമാക്കാം. ഇനി ആരെയെല്ലാം പങ്കെടുപ്പിക്കണം? ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. വിത്തുമേളയുടെ കൂടെ ചേർത്ത് വേറെ എന്തെല്ലാം ചെയ്യാം? വിത്ത് മാത്രം നമുക്ക് പ്രദർശിപ്പിച്ചാൽ മതിയോ? നമുക്ക് വിത്തിനോടനുബന്ധിച്ച് പഴയ കൃഷി ഉപകരണങ്ങൾ, പഴയകാല അളവ് തൂക്ക് ഉപകരണങ്ങൾ എല്ലാം ചേർത്ത് വിത്തുമേള ഗംഭീരമാക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ 7ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് സോഷ്യൽ സയൻസ്, മാത്സ്, ബേസിക് സയൻസ്, മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും, അതേപോലെ ഇംഗ്ലീഷ്, ഹിന്ദിയുടെ മലയാളം എക്സ്പ്ലനേഷൻ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്